ദേശത്തിൽ നിന്നും നമ്മുടെ പടച്ചു തമ്പുരാന്റെ ഒരു ബന്ധവുമില്ല. അതെ, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ കണ്ടോ? ചെറുക്കാനല്ല, മനുഷ്യൻ, പേര് മണികല്ല. നമ്മളാണെന്ന് പിടികിട്ടിയ നമ്മളാണ് ബാവ. അയ്യോ, ഞാൻ വിചാരിച്ച മനുഷ്യനാണെന്ന്. നീ നമ്മളെ ബേജാറാക്കാൻ വന്നിരിക്കുക. കുറച്ച് മന്ത്രശക്തിയൊക്കെ നിനക്കൊണ്ടെങ്കിൽ എനിക്ക് കായികശക്തിയുമുണ്ട്. നീ വാവരുടെ മുമ്പിൽ ഭയമില്ലാതെ ആരും ഇന്ന് വരെ നിന്നിട്ടില്ല. വാവനെന്ന പേര് കേട്ട വിറയ്ക്കും. എന്നിട്ട് ഞാൻ വിളക്കുന്നില്ലല്ലോ. പയ്യനെ, നിങ്ങളാരാ? എവിടെ നിന്ന് വരുന്നേ? മയ്യത്തിൽ തുണിഞ്ഞിറങ്ങിയിരിക്കുക. യമ്മന്റെ മുഖത്ത് നോക്കി ശബ്ദമുയർത്താൻ ഇന്നുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ആ അഹങ്കാരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യമാണോ മനസ്സിലാക്കിയേ? നീ സത്യം നമ്മളെ പഠിപ്പിക്കണ്ട. ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചാലും ഭഗവാനെ. മഹാറാണിയുടെ അസുഖം മാറ്റുവാനായി ഇതാ നമ്മുടെ മണികണ്ഠൻ പുലിപ്പാലുമായി വന്നിരിക്കുന്നു. എന്റെ അഹങ്കാരത്താലും അത്യാഗ്രഹത്താലും താങ്കൾ ഒരു ദൈവസുതനാണെന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നെ രക്ഷിച്ച് അനുഗ്രഹിക്കണം മകൻ. മാതാവേ, അങ്ങ് എന്റെ പദങ്ങളിൽ വീഴുകയോ? എനിക്ക് ജന്മം തന്നില്ലെങ്കിലും എന്നെ വളർത്തി വലുതാക്കിയ കാലിന്റെ രൂപമല്ലേ അവിടുന്ന്. അവതാരത്തിന്റെ ഉദ്ദേശം നിറവേറ്റാം അവിടുന്ന് എന്നെ സഹായിച്ചിരിക്കുന്നു. എന്റെ ജന്മലക്ഷ്യത്തിനു വേണ്ടി എന്നെ 12 വർഷം പോറ്റി വളർത്തിയ അവിടുത്തെ ദയയ്ക്കും കാരുണ്യത്തിനും ഞാൻ എന്താണ് തിരികെ നൽകേണ്ടത്? എനിക്കൊരു ജീവിതം നൽകിയ മാതാവല്ലേ അവിടുന്ന്. ശരിയയ്യപ്പ, താങ്കളുടെ ആഗ്രഹം നിറവേറിയില്ലേ? ഇനി ഞങ്ങളുടെ കൂടെ ജീവിച്ചുകൂടെ? ഇല്ല, ഈ അവതാര ജന്മത്തിൽ ഞാൻ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതിൽ പ്രധാനം ഈ കലിയുഗത്തിൽ ഭക്തരെ നേർവഴിക്ക് നടത്തേണ്ട കടമയാണ്. എനിക്ക് എന്നെന്നും കുടികൊള്ളുവാൻ ഒരു ഇരിപ്പിടം കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എന്റെ ഭക്തർക്ക് ദർശനം എഴുതിക്കൊണ്ടേയിരിക്കും.